ഹലോ ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിങ് ടെക്സ്പോർട്ടിൻ്റെ ഒരു അടിപൊളി വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു അഡീഷണൽ ഇൻഫർമേഷനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനു മുൻപ് ഒന്ന് പറയാനുള്ളത്, ഈ ഒരു വീഡിയോയുടെ അടിയിൽ അല്ലാതെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു ഫെസിലിറ്റി കിട്ടില്ല എന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അതായത് ചില ആൾക്കാർ ഈ ഒരു NBFC കുറിച്ച് പറയുന്നുണ്ട്. ഇത് ഞാൻ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോയാണ്. ഇത് സാലറി ഉള്ളവർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ, സാലറി ഇല്ലാത്തവർക്ക് കിട്ടില്ല. പക്ഷേ ഇത് സാലറി ഇല്ലാത്തവർക്കും കിട്ടും. അതിൻ്റെ പ്രൂഫ് ഞാൻ കാണിച്ചു തരാം. എനിക്ക് എമൗണ്ട് ഏകദേശം ഫസ്റ്റ് ടൈമിൽ തന്നെ 15,000 രൂപ വെറും ആധാർ കാർഡും പാൻ കാർഡും വെച്ച് എനിക്ക് കിട്ടിയതാണ്. അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഞാൻ പറഞ്ഞു തരാം. സാധാരണ നിങ്ങൾ ഫില്ല് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ഫില്ല് ചെയ്യുക. നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ, ആധാർ കാർഡ്, പാൻ കാർഡ്, മെയിൽ ID അങ്ങനെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഏതെങ്കിലും അവർ കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ ആ ഒരു ഓപ്ഷനിൽ സാലറീഡ്, സെൽഫ് എംപ്ലോയിഡ് അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കും. അപ്പോൾ നിങ്ങൾ സാലറീഡ് തന്നെ കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ കമ്പനീനെ ഏതെങ്കിലും ഒരു കമ്പനി നെയിം കൊടുക്കുക. പിന്നെ സാലറി വരുന്നത് ബാങ്ക് വഴിയാണെന്നും കൊടുക്കുക. അതിൽ ചെക്ക്, ക്യാഷ് എന്നൊക്കെ ഉണ്ട്, അതൊന്നും കൊടുക്കരുത്. ബാങ്ക് വഴിയാണെന്നും കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് നോർമലി അവർ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് അത് കട്ടായിട്ട് നിങ്ങൾക്ക് എന്താ പറയുന്നത്, ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അവൈലബിൾ അല്ല, സാലറി ഓപ്ഷൻസ് അവൈലബിൾ അല്ല. നിങ്ങൾക്ക് സെൽഫ് എംപ്ലോയി ഓപ്ഷനിൽ നിങ്ങൾക്ക് 15,000 മുതൽ 25,000, 30,000 അങ്ങനെ കിട്ടുമെന്ന് നമ്മുടെ ബാങ്കിങ് വഴി കിട്ടുമെന്ന് അവർ പറയുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേറൊരു സൈറ്റിലേക്ക് അവർ തന്നെ നിങ്ങളെ റീഡയറക്റ്റ് ചെയ്യുന്നു. മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. അതായത് നിങ്ങൾ ഈ ഒരു ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സാലറീഡ് ആണെന്ന് പറഞ്ഞ് കൊടുക്കുക, ബാങ്ക് വഴിയാണ് സാലറി വരുന്നതെന്ന് പറഞ്ഞ് കൊടുക്കുക. ഓക്കെ, ഒരു കമ്പനി ഏതെങ്കിലും ഒരു നല്ലൊരു കമ്പനി നെയിം, ഇപ്പോൾ ഇൻഫോസിസ്, വിപ്രോയോ, ഡെല്ല് അങ്ങനെ ഏതെങ്കിലും ഒരു കമ്പനി നെയിം കൊടുക്കുക. കൊടുത്തതിന് ശേഷം അവർ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് നോർമലി നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് അവർ നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അങ്ങനെ ഒരു കമ്പനി ഇല്ല, അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ അവർ നിങ്ങളെ റീഡയറക്റ്റ് ചെയ്യും. നിങ്ങൾക്ക് ഈ ഒരു ഓഫർ അവൈലബിൾ അല്ല, വേറൊരു ഓഫർ അവൈലബിൾ ആണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ സാലറി ഇല്ലാത്ത ആ ഒരു രീതിയിൽ, അതായത് ആധാർ കാർഡും പാൻ കാർഡും വെച്ച് കിട്ടുന്ന രീതിയിൽ നിങ്ങളെ അവർ റീഡയറക്റ്റ് ചെയ്യും. അങ്ങനെയാണ് എനിക്ക് കിട്ടിയത്. ഇതിൽ കിട്ടുന്ന കുറച്ച് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് 15,000 രൂപ മുതൽ ഒരു 2 ലക്ഷം രൂപ വരെ നിങ്ങളുടെ ബാങ്കിങ് ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് ലോൺ കിട്ടും. 3 മാസം മുതൽ 5 വർഷം വരെ റീപേയ്മെൻറ്റ് കാലാവധിയുണ്ട്. പിന്നെ നോർമലി നമ്മൾ പറയുന്ന പോലെ 100% പേപ്പർലെസ്, അതായത് ഡിജിറ്റൽ പ്രോസസ്സിംഗ് ആണ്. പിന്നെ ഒരു ഹിഡൻ ചാർജസോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. ഓക്കെ, ഇതാണ് എൻ്റെ പ്രത്യേകത. പിന്നെ ഒരു ആവറേജ് സിബിൽ സ്കോർ വേണം, 650 സിബിൽ സ്കോർ വേണം. അപ്പോൾ ഈ ഒരു NBFCയുടെ ലെൻഡിങ്സ് എന്ന് വെച്ചാൽ വിസ്ഡം ഫിനാൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്, ആദിത്യ ബിർള, DMI ഫിനാൻസ്, ക്ലിക്സ് ക്യാപിറ്റൽ, SMFG, പീരമാൾ ക്യാപിറ്റൽ, ഇൻഗ്രഡ് ഫിനാൻഷ്യൽ, നോർത്തേൺ IRC ക്യാപിറ്റൽ, വിവൃത്തി ക്യാപിറ്റൽ, ചോളമണ്ഡലം, സൂര്യോദയ്, NDX, IDFC, ഓക്സിയോ ഫിനാൻഷ്യൽ, അങ്ങനെ ഒരുപാട് ആപ്പുകളാണ് ഇവരുമായിട്ട് ടൈപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലോൺ കിട്ടാനുള്ള സാധ്യത നിങ്ങൾക്ക് 99% കൂടുതലാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ രീതിയിൽ ചെയ്യുക. പ്രത്യേകിച്ചും ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി തന്നെ പോവുക. അല്ലാതെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് സാലറി ബേസിൽ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇതാണ് എനിക്ക് കിട്ടിയ ലോൺ എമൗണ്ട്. ഇവിടെ കൊടുത്തിട്ടുണ്ട് 15,000 രൂപ എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. എൻ്റെ മന്ത്ലി EMI വരുന്നത് 1,949 രൂപയാണ്. അപ്പോൾ ഇവിടെ ഇനി അടുത്ത് എനിക്ക് EMI വരുന്നത് 5/6/2024 അപ്പോൾ നിങ്ങൾക്ക് ലോൺ IDയും എല്ലാ മാസവും 5-ാം തീയതിയാണ് എനിക്ക് EMI വരുന്നത്. ഓട്ടോ ഡെബിറ്റ് ഇവിടെ എനേബിൾഡ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്കിവിടെ നോക്കിയാൽ ഞാൻ എത്ര അടച്ചു, എനിക്ക് കിട്ടിയ എമൗണ്ട് താഴെ കാണാം, 15,000 രൂപ. 1, 2, 3, 4, 5 EMI അടച്ചു. ഇനി 4 EMI എനിക്ക് അടയ്ക്കാനുണ്ട്. എനിക്ക് വേണമെങ്കിൽ ഇത് പ്രീ ക്ലോസ്, അതായത് ഒരുമിച്ച് വേണമെങ്കിൽ ഇപ്പോൾ അടയ്ക്കാം. ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യണമെങ്കിൽ അതിൻ്റെ നാച്ചിൻ്റെ ഡീറ്റെയിൽസ്, അവർ ഓട്ടോ ഡെബിറ്റ് ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണാം. ഇതുകൊണ്ടാണ് ഈ ഒരു ആപ്പ് പക്ക ട്രാൻസ്പെറൻ്റ് ആണെന്ന് ഞാൻ പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ലോൺ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. എല്ലാ കാര്യങ്ങളും എന്താ പറയുന്നത് പക്കയായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പിന്നെ സിബിൽ സ്കോർ, അതിൽ തന്നെ നമ്മൾ ആ ഒരു ആപ്പിൽ തന്നെ സിബിൽ സ്കോറും ഡീറ്റെയിൽസും എല്ലാം അറിയാൻ സാധിക്കും. ഒരു 650 ഇവർ പറയുന്ന സിബിൽ സ്കോർ. അപ്പോൾ ഇതെനിക്ക് കുറച്ച് സിബിൽ സ്കോർ എന്താ പറയുന്നത് ഒരു 750 നല്ല സ്കോർ, വിധം നല്ല സ്കോറാണ്, ഡീസൻറ്റ് സ്കോർ എന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ മാക്സിമം എല്ലാവരും അപ്ലൈ ചെയ്യുക. ഒരു ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്ത് പോവുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. അതേപോലെ തന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ എല്ലാ വീഡിയോയുടെ കൂടെയും പറയുന്നതാണ്, ക്യാഷ് അങ്ങോട്ട് കൊടുത്തുള്ള ഒരു ലോണിനും അപ്ലൈ ചെയ്യാതിരിക്കുക. അതായത് ഇപ്പോൾ കിട്ടും എന്ന് പറയുന്ന ആൾക്കാർക്ക് പോലും ഒരു പൈസ പോലും 1 രൂപ പോലും കൊടുത്ത് എന്താ പറയുക ലോൺ ചെയ്യാതിരിക്കുക. ഒരിക്കലും നിങ്ങൾ അങ്ങോട്ട് പൈസ കൊടുത്ത് നിങ്ങൾക്ക് ലഭിക്കുന്ന ലോൺ നിങ്ങൾക്ക് ലോൺ ലഭിക്കുകയില്ല. അവർ നിങ്ങളെ പറ്റിക്കുക 100%.
കുറച്ച് കംപ്ലൈൻറ്റ് മുമ്പ് വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വിവരം പറഞ്ഞത്. അപ്പോൾ ഒരു സാധാരണ ജെന്യൂനായിട്ടുള്ള ഒരു NBFCയോ അല്ലെങ്കിൽ ഒരു ബാങ്കോ ഒരിക്കലും അങ്ങോട്ട് പ്രോസസ് ഫീസ് കൊടുക്കാൻ പറയില്ല. അത് നിങ്ങൾക്ക് കിട്ടുന്ന ലോണിൽ നിന്നാണ് കട്ട് ചെയ്ത് അവരെടുക്കുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.